ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 2026 സ്റ്റാർട്ട് ചെയ്തു. നമ്മുടെ ചാനൽ ഒരുപാട് ശ്രദ്ധയോടുകൂടി വീക്ഷിക്കുമ്പോൾ നമ്മൾ കണ്ടിട്ടുള്ള പല കാര്യങ്ങളും ഇപ്പോൾ 2026 ശേഷം യൂട്യൂബിൽ കാണാൻ സാധിക്കത്തില്ല. യൂട്യൂബിന്റെ അപ്ഡേഷൻ മാറി മറിഞ്ഞുകൊണ്ടേയിരിക്കും. യൂട്യൂബിൽ ഓരോ അപ്ഡേഷൻ വരുമ്പോഴും പഴയ കാര്യങ്ങൾ, പഴയ ടിപ്സും ട്രിക്കും ഒന്നും വർക്ക് ചെയ്യണമെന്നില്ല. അപ്പോൾ യൂട്യൂബിൽ ഇത്തരത്തിൽ മാറ്റങ്ങളൊക്കെ വരുമ്പോൾ എത്രയും പെട്ടെന്ന് നമ്മുടെ ഫാമിലിയായിട്ട് ഷെയർ ചെയ്യലാണ് നമ്മുടെ ചാനൽ കൊണ്ട് ഉദ്ദേശം. യൂട്യൂബിൽ എന്തൊരു മാറ്റം വന്നാലും ഉടനെ തന്നെ ഞാൻ എൻ്റെ ഫാമിലിയുമായിട്ട് ഷെയർ ചെയ്യാറുണ്ട്. കാരണം എന്തെങ്കിലും ഒരു മാറ്റം വന്നാൽ, ഇപ്പോൾ ലൈവിൽ ചെറുതായിട്ടൊരു മാറ്റം വന്നു, അപ്പോൾ ആ ലൈവ് എന്താണ് ഇങ്ങനെ ഒരു മാറ്റം വന്നു പറഞ്ഞിട്ട് നമ്മുടെ ഫാമിലി ഒരുപാട് പേര് എനിക്ക് മെസ്സേജ് ചെയ്യാറുണ്ട്. അതുപോലെ യൂട്യൂബിൻ്റെ ഈ ഒരു അപ്ലിക്കേഷനിലായിക്കോട്ടെ, യൂട്യൂബിൻ്റെ എന്തെങ്കിലും ഒരു എറർ വന്നാൽ, എന്തെങ്കിലും ഒരു എറർ മെസ്സേജ് വന്നാലും നമ്മുടെ ഫാമിലി ഒട്ടനവധി പേര് വാട്സപ്പിൽ വന്നിട്ട് ഇതെന്താണ് ഈ മെസ്സേജ് എന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ അതൊക്കെ ചോദിക്കുമ്പോൾ തന്നെ ഉടനെ തന്നെ ആ ഒരു മാറ്റം മനസ്സിലാക്കിയിട്ട് യൂട്യൂബ് ടീമായിട്ട് ചാറ്റ് ചെയ്തിട്ടായിക്കോട്ടെ, യൂട്യൂബ് ടീമായിട്ട് സംസാരിച്ചിട്ട് അതിൻ്റെ ആ ഒരു എന്താണ് ആ ഒരു പ്രോബ്ലം, അതിൻ്റെ സോൾവ് ചെയ്യാനുള്ള മാർഗം എന്താണ്, ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ ഞാൻ എൻ്റെ ഫാമിലിയുമായിട്ട് ഷെയർ ചെയ്യാറുണ്ട്. അപ്പോൾ 2026 സ്റ്റാർട്ടിങ്ങിൽ ഇപ്പോൾ ഒരുപാട് പേര് ബിഗിനറായിട്ട് വരുന്നവർ, ഒരുപാട് പേര് ചാനൽ തുടങ്ങുന്നവർ, ഇത്തരത്തിൽ ഒരുപാട് പേരാണ് നമ്മുടെ ഫാമിലിയിലുള്ളത്. ഒരുപാട് പേര് രക്ഷപ്പെട്ട് മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അവരെല്ലാം നല്ല രീതിയിൽ ബിസിയാണ്. കാരണം അവരുടെ കണ്ടന്റിനെ പരിപോഷിപ്പിക്കാൻ വേണ്ടി അവർക്ക് DSLR, അവരുടേതായിട്ടുള്ള ഗാഡ്ജറ്റ്സുകളെല്ലാം നല്ല വില കൂടിയതും മറ്റുള്ള രീതിയിലോട്ട് മാറ്റുന്ന, അതായത് നല്ല രീതിയിൽ ക്വാളിറ്റി കൊടുക്കാൻ വേണ്ടിയിട്ട്, നല്ല രീതിയിൽ ക്വാളിറ്റി പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത്തരത്തിൽ ഒരുപാട് യൂട്യൂബേഴ്സ് അതിൻ്റെ പിന്നാലെ പോകുമ്പോൾ ബിഗിനറായിട്ട് വരുന്നവർ, അവർ ഒന്നേന്ന് തുടങ്ങുന്നവരാണ്, അല്ലെങ്കിൽ സ്റ്റാർട്ട് ചെയ്യുന്നവർ, അവർ സ്റ്റാർട്ടപ്പാണ്. അപ്പോൾ ഇത്തരത്തിലുള്ളവർക്ക് സക്സസ് ആവണം, ഇവർക്കും സക്സസ് ആവണം. ആ ഒരു വലിയ യൂട്യൂബറിന്റെ വീഡിയോ കണ്ടിട്ടായിരിക്കാം ഒരുപക്ഷെ ഇവർ മോട്ടിവേഷനായിട്ട് യൂട്യൂബിലോട്ട് വരുന്നത്. യൂട്യൂബിൽ നിന്ന് എന്തെങ്കിലും നേടണം, യൂട്യൂബിൽ നിന്ന് എന്തെങ്കിലും എന്നെ കൊണ്ട് സാധിക്കുന്ന രീതിയിൽ ഇതിലോട്ട് നല്ല രീതിയിൽ തന്നെ കൺസിസ്റ്റൻസി ആയിട്ട് വീഡിയോസ് ഇട്ട് മുന്നോട്ട് പോകണം എന്ന് ആഗ്രഹിച്ചിട്ടാണ് ഒട്ടനവധി യൂട്യൂബേഴ്സും വരുന്നത്. അപ്പോൾ ഈ 2026 സ്റ്റാർട്ടിങ്ങിൽ ഒരുപാട് പേര് യൂട്യൂബിലോട്ട് വരുമ്പോൾ തീർച്ചയായിട്ടും മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഒരുപാട് പേരുടെ ചാനൽ മോണിറ്റൈസേഷൻ ക്രൈറ്റീരിയ കംപ്ലീറ്റ് ആയ ശേഷം അവർക്ക് ഡീമോണിറ്റൈസേഷൻ ആകുന്നുണ്ട്. അവരുടെ അറിവില്ലായ്മ കൊണ്ടാണ് പലവരും പലപടന്നുള്ള വീഡിയോ കണ്ടന്റ് ഇട്ടുകൊണ്ട് അവരുടെ 10 മില്യൺ ഷോർട്സ് വ്യൂസ് അയക്കുക എന്ന് പറഞ്ഞിട്ട് വരാറുണ്ട്. അപ്പോൾ ചാനൽ ലിങ്ക് അയക്കൂ. ഞാൻ ആര് വന്നാലും, എൻ്റെ വാട്സപ്പിൽ ആര് വന്നാലും പെട്ടെന്ന് ഞാൻ ചോദിക്കുന്നത് നിങ്ങളുടെ ചാനൽ ലിങ്ക് അയക്കൂ. കാരണം എനിക്ക് ആ ചാനൽ ചെക്ക് ചെയ്താൽ തന്നെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റും അവർ എത്തരത്തിലുള്ള കണ്ടന്റാണ് ഇടുന്നത്, ഇത് മോണിറ്റൈസേഷൻ കിട്ടുന്നതാണോ, ഇവരുടെ ചാനലിൽ എന്തൊക്കെയാണ് അപാകത, ഇതെല്ലാം എനിക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുകൊണ്ടാണ് ആര് എൻ്റെ അടുത്ത് മെസ്സേജ് അയച്ചാലും ഞാൻ ചാനൽ ലിങ്ക് അയക്കൂ എന്ന് പറഞ്ഞിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ ഞാൻ അവർക്ക് പറഞ്ഞു കൊടുക്കാറുള്ളൂ. അപ്പോൾ ഇത്തരത്തിൽ ഒരുപാട് പേര് പുതുതായിട്ട് വരുന്നവരും പഴയ ആളുകളും ഒരുപാട് പേര് വീഡിയോസ് ഇടുന്നതിൻ്റെ രീതി അവർക്ക് മനസ്സിലാവാത്തത് കൊണ്ടാണ് ഇത് എനിക്ക് മോണിറ്റൈസേഷൻ കിട്ടുമോ ഇല്ലയോ എന്നുള്ള ആ ഒരു 2 ഡൗട്ട് വെച്ചിട്ടാണ് അവർ മുന്നോട്ട് പോകുന്നത്. എന്താണ് ഡൗട്ടുകൾ എല്ലാം ഞാൻ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് പറഞ്ഞുതരാം. കാരണം നമ്മളൊരു ചാനൽ എഫേർട്ട് എടുത്ത് നല്ല രീതിയിൽ വീഡിയോസ് ഇട്ട് പോവുകയാണെങ്കിലും നമ്മുടേതല്ലാത്ത കണ്ടന്റ് ആണെങ്കിൽ അത് റീയൂസർ കണ്ടന്റ് പ്രോബ്ലം വരും. ഏറ്റവും കൂടുതൽ യൂട്യൂബിൽ ഇന്ന് യൂട്യൂബേഴ്സ് ആയിട്ടുള്ളവർ അനുഭവിക്കുന്ന ഏറ്റവും വലിയൊരു പ്രോബ്ലമാണ് ഒന്ന് റീയൂസർ കണ്ടന്റ്. ഇത് എന്തുകൊണ്ടാണ് വരുന്നത് എന്നുള്ളത് ഇതിന് മുമ്പുള്ള വീഡിയോ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ യൂട്യൂബിന്റെ അൽഗോരിതം ചേഞ്ചസ് ഒക്കെ വരുമ്പോൾ അതിൽ എന്തെങ്കിലും ഇളവുകളൊക്കെ ലഭിച്ചു കഴിഞ്ഞാൽ അതടക്കം നമ്മുടെ ഫാമിലിയോട്ട് ഞാൻ ഷെയർ ചെയ്യാറുണ്ട്. അപ്പൊ ഈ വീഡിയോയിലൂടെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ഒരു യൂട്യൂബ് ചാനൽ കൊണ്ടുപോകുന്ന ഒരു വ്യക്തി തീർച്ചയായിട്ടും അറിഞ്ഞുകൊണ്ട് ഒരു കാരണവശാലും ഒരു പ്രോബ്ലത്തിലും പോയി വീഴാൻ പാടില്ല. സ്ട്രൈക്ക് വരാൻ പാടില്ല. കമ്മ്യൂണിറ്റി കയ്യിൽ സ്ട്രൈക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 1 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ആയിട്ട് ആ ഒരു സ്ട്രൈക്കിന്റെ പേരിൽ നിങ്ങളുടെ പ്ലേ ബട്ടൺ ഹോൾഡ് ആവും. ഇങ്ങനെ യൂട്യൂബിൽ നമ്മുടെ അറിവില്ലായ്മ കൊണ്ട് അതുപോലെ ഒരുപാട് പേരുടെ മോണിറ്റൈസേഷൻ വയലേഷൻ പോളിസി വരാറുണ്ട്. അതെന്താണ്? യൂട്യൂബിന്റെ ഫുൾ സെറ്റിങ്സ് പ്രോപ്പറായിട്ട് ചെയ്യാത്തത് മൂലം, ചാനലിൽ കീവേഡുകളും തോന്നിയ പോലെ എല്ലാം കൊടുക്കുന്നത് മൂലം അങ്ങനെ ഒട്ടനവധി വയലേഷൻ യൂട്യൂബിൽ വരാറുണ്ട്. നമ്മൾ യൂട്യൂബിൽ സേഫ് ആണെന്ന് കരുതി നമ്മൾ മുന്നോട്ട് പോകുമ്പോഴും നമ്മളെ പോലെയുള്ള യൂട്യൂബ് ടിപ്സ് കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കുന്നവരുടെ വീഡിയോസ് കാണാതെ എന്നെ കൊണ്ട് എല്ലാം സാധിക്കും, ഞാൻ എല്ലാ കാര്യങ്ങളും ഓക്കെയാണ് എന്ന് പെർഫെക്റ്റ് ആയിട്ട് വിചാരിക്കുന്നവരുണ്ടാവും. പക്ഷെ ഒരു അബദ്ധത്താൽ അവർക്ക് ആ ഒരു ചില പോളിസി കാര്യങ്ങൾ മനസ്സിലാവാത്തത് മൂലം ഈ വീഡിയോ യൂട്യൂബിലോട്ട് അപ്ലോഡ് ചെയ്യാം, യാതൊരു പ്രോബ്ലം ഇല്ല എന്ന് വിചാരിച്ചിട്ട് അവർ അപ്ലോഡ് ചെയ്യും. പക്ഷേ അതിൽ വരുന്ന കുറച്ച് അപാകതകൾ അവർ മനസ്സിലാക്കാത്തത് മൂലം അവർക്ക് യൂട്യൂബിന്റെ ഭാഗത്ത് നിന്ന് സ്ട്രൈക്ക്, അല്ലെങ്കിൽ ഗ്രാഫിക് സ്ട്രൈക്ക്, അത് വയലേഷൻ, ഗ്രാഫിക് വയലേഷൻ, ഇങ്ങനെയുള്ള ഒട്ടനവധി വയലേഷൻസ് ഉണ്ട്. ഇതെല്ലാം വരാൻ സാധ്യതയുണ്ട്. അപ്പം മൃഗങ്ങളോടുള്ള സമീപനം, മൃഗങ്ങളെ നമ്മൾ ദ്രോഹിക്കുന്ന പോലെ അവരെ വല്ല മാരകമായിട്ടുള്ള ആയുധം വെച്ച് എന്തെങ്കിലും ചെയ്യുന്ന പോലെയൊക്കെ ചെയ്താൽ അതൊക്കെ വയലേഷനാണ്. അങ്ങനെ ഒട്ടനവധി കാര്യങ്ങളുണ്ട്. കുട്ടികളെ എടുത്തിട്ട് കുട്ടികളെ കളിപ്പിക്കുകയായിരിക്കും, മോളിക്ക് എടുത്ത് എറിയുക, അതൊക്കെ വയലേഷനാണ്. അങ്ങനെ ഒട്ടനവധി കാര്യങ്ങളുണ്ട്. അപ്പൊ യൂട്യൂബിന്റെ പോളിസിയും കൂടി നമ്മൾ മനസ്സിലാക്കി പ്രവർത്തിക്കുക. പഴയ ടിപ്സും ട്രിക്സും ഒക്കെ 2024, 2023 ഒക്കെ ഉണ്ട്. അത് ആ സമയത്ത് യൂട്യൂബിൽ പ്രവർത്തിക്കുന്നതായിരുന്നു.
അതന്നെ ഫോളോ ചെയ്തുകൊണ്ട് ഇപ്പോഴും അതന്നെ റെക്കമെൻഡേഷൻ. പഴയ വീഡിയോ നമ്മളൊരു യൂട്യൂബിൽ വീഡിയോസ് ഇട്ടാൽ തീർച്ചയായിട്ടും നമുക്ക് ഡിലീറ്റ് ചെയ്യാൻ പറ്റില്ല, അത് ചാനലിനെ ബാധിക്കുന്നതായിരിക്കും. പക്ഷെ അതിൽ ലക്ഷങ്ങൾ വ്യൂസ് വന്നിട്ടുണ്ടാവും, നല്ല രീതിയിൽ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ടാവും, ഇപ്പോഴും ഓടുന്ന വീഡിയോ ആയിരിക്കും, നമുക്ക് അത് ഡിലീറ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ അതിലുള്ള ടിപ്സ് പറഞ്ഞിട്ട് അതിലുള്ള സെറ്റിങ്സ്, ആ സെറ്റിങ്സ് അല്ല ഇപ്പൊ യൂട്യൂബിലുള്ള സെറ്റിങ്സ്. അതിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്, സെറ്റിങ്സിലൊക്കെ ചേഞ്ചസ് വരുന്നുണ്ട്. അപ്പൊ യൂട്യൂബിൽ ഇങ്ങനെ ഓരോ അപ്ഡേഷനൊക്കെ വരുമ്പോൾ, ഓരോ മാറ്റങ്ങളൊക്കെ വരുമ്പോൾ എത്രയും പെട്ടെന്ന് നമ്മുടെ ഫാമിലിയായിട്ട് ഞാൻ അറിയിക്കാറുണ്ട്. ആ മാറ്റങ്ങൾ അനുയോജ്യമായി മനസ്സിലാക്കിക്കൊണ്ട് അത് നിങ്ങളുടെ ചാനലിൽ വരുത്തേണ്ട മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് ചാനലിൽ മുന്നോട്ട് പോവുക. റീയൂസർ കണ്ടന്റ്, റിപ്പീറ്റേറ്റീവ് കണ്ടന്റ്. എന്താണ് റിപ്പീറ്റേറ്റീവ് കണ്ടന്റ്? റിപ്പീറ്റ് ആയിട്ടുള്ള കമ്പനിയിൽ ടൈറ്റിൽ ഒരേപോലെ ഇടുക, വീഡിയോസ് ഒരേപോലെ റിപ്പീറ്റ് ആയിട്ട് ഒരേ വീഡിയോ പോലെ തന്നെ പല രീതിയിൽ അത്തരത്തിലുള്ള വീഡിയോസ് ഇട്ടുകൊണ്ടേയിരിക്കുക. യൂട്യൂബ് തെറ്റിദ്ധരിക്കുകയാണ്. യൂട്യൂബിന്റെ തെറ്റിദ്ധാരണ എങ്ങനെയാ അറിയോ? നിങ്ങൾ 1000 സബ്സ്ക്രൈബർ 4000 വാച്ച് അവറും കംപ്ലീറ്റ് ആക്കി യൂട്യൂബ് മോണിറ്റൈസേഷന് നിങ്ങൾ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് പരിശ്രമിക്കുന്നു. ആ ഫസ്റ്റ് സ്റ്റെപ്പ് 3 സ്റ്റെപ്പ് തരിക. ആദ്യ സ്റ്റെപ്പ് ഡണ്ണായി. രണ്ടാമത്തെ സ്റ്റെപ്പ് ആഡ്സെൻസ് ആണ്, അത് ഡണ്ണാവും. രണ്ടാമത്തെ സ്റ്റെപ്പ് ആഡ്സെൻസിൽ ഒരു പ്രോബ്ലം ഇല്ലാണ്ട് നിങ്ങൾ ഇൻഡിവിജ്വൽ അക്കൗണ്ട് ആക്കി നിങ്ങളുടെ പേരിൽ വേറെ ഒരു ആഡ്സെൻസ് ഇല്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു ആഡ്സെൻസ് കിട്ടും. മൂന്നാമത്തെ സ്റ്റെപ്പ് യൂട്യൂബ് നോക്കി കാണുകയാണ്, നിങ്ങളുടെ ചാനലിനെ ഫുള്ള് റിവ്യൂ ചെയ്യാണ്. എത്തരത്തിലുള്ള വീഡിയോ ആണ്, എത്തരത്തിലുള്ള നിങ്ങളുടെ മെറ്റാ ഡാറ്റ, നിങ്ങളുടെ ചാനൽ കൊണ്ട് നിങ്ങൾ അർത്ഥമാക്കുന്നത് എന്താണ്, നിങ്ങളുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ഈ ചാനലിനെ കുറിച്ചുള്ള വിവരണം എന്താണ്, ഇതെല്ലാം മനസ്സിലാക്കും. ഇതാണ് ഈ മൂന്നാമത്തെ സ്റ്റെപ്പ്. പലവരും എററായിട്ടാണ് ചാനൽ വയലേഷൻ വരുന്നത്. എന്താണ്? ഒന്ന്, നിങ്ങൾ ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ടാവില്ല. 2, ചാനൽ കാറ്റഗറി കൊടുത്തിട്ടുണ്ടാവില്ല. 3, നിങ്ങളുടെ കൺട്രി കൊടുത്തിട്ടുണ്ടാവില്ല. ഇങ്ങനെ ഒട്ടനവധി സെറ്റിങ്സ് ചെയ്തിട്ടുണ്ടാവില്ല. ഇതെല്ലാം നമ്മൾ പെയ്ഡ് ആയിട്ട് ഒരു നിശ്ചിത ഫീസ് വാങ്ങി നമ്മൾ ചാനലിന്റെ മോണിറ്റൈസേഷൻ വർക്ക് കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നുണ്ട്. അപ്പോഴൊക്കെ നമ്മൾ ഇത് ശ്രദ്ധിക്കുന്ന കാര്യമാണ്. ഇപ്പൊ നമ്മൾ ഈ കാര്യങ്ങളെല്ലാം പറയുന്നത് എന്താണെന്ന് അറിയോ? ഒരുപാട് പേരുടെ സർവീസ് നമ്മുടെ അടുത്ത് വരുമ്പോൾ ഈ കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്തു കൊടുത്തുകൊണ്ടാണ് മോണിറ്റൈസേഷൻ അപ്ലൈ ചെയ്യുക. അപ്പോഴാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കാത്ത ഒട്ടനവധി ആളുകൾ ഉണ്ട് എന്ന് മനസ്സിലാക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ വീഡിയോയിലൂടെ തുറന്നുകൊണ്ട് തന്നെ നമ്മുടെ ഫാമിലിക്ക് ഇന്ന കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് മനസ്സിലാക്കി കൊടുത്തുകൊണ്ട് അവർ ഇനി മോണിറ്റൈസേഷൻ അപ്ലൈ ചെയ്യുമ്പോൾ ഒരു പ്രോബ്ലം ഇല്ലാണ്ട് മോണിറ്റൈസേഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ ചാനലിൽ ഇപ്പോഴും ഒരുപാട് പേര് അതിന്റെ ഗുണം ലഭിച്ച, ചാനൽ മോണിറ്റൈസേഷൻ ലഭിച്ച്, പേയ്മെന്റ് ലഭിച്ച്, ഇങ്ങനെ ഒട്ടനവധി കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് പറയാറുണ്ട്. വളരെയധികം സന്തോഷം തോന്നാറുണ്ട്. കാരണം നമ്മൾ ഇത്തരത്തിൽ മോട്ടിവേഷൻ ആയിട്ട് ഇത്തരത്തിലുള്ള സ്പീച്ച് എന്ത് തന്നെയാണെങ്കിൽ അവരുടെ ചാനലിനെ അപകടപ്പെടാത്ത രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നമ്മൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം ഓർമ്മപ്പെടുത്തിക്കൊണ്ടേയിരിക്കുകയാണ്. ചാനലിൽ വയലേഷൻ ഉണ്ട്, ചാനലിന്റെ പോളിസിക്ക് നിരക്കാത്ത ഇടരുത്, റീയൂസർ കണ്ടന്റ്, റിപ്പീറ്റഡ് കണ്ടന്റ് ഇടരുത്, അടിച്ചു മാറ്റി മറ്റുള്ളവരുടെ വീഡിയോസ് ഇടരുത്, നമ്മുടെ വീഡിയോ ആണെന്ന് വിചാരിച്ചിട്ട് അവരുടെ വോയിസ് ഓവർ ഒക്കെ കൊടുത്തിട്ട് അവരുടെ മറ്റുള്ള അതായത് യൂട്യൂബിൽ തന്നെ ഓൾറെഡി ഇട്ടിട്ടുണ്ടാവും വീഡിയോ, അതിന്റെ വോയിസ് ഓവർ എടുത്തിട്ട് നമ്മുടെ വീഡിയോയിൽ അറ്റാച്ച് ആക്കിയിട്ട് ഇടരുത്. ഇതെല്ലാം റീയൂസർ കണ്ടന്റ് ആണ്. ഇത്തരത്തിലുള്ള വയലേഷൻ പോളിസിക്ക് നിരക്കാത്ത രീതിയിലുള്ള കാര്യങ്ങളൊന്നും ചെയ്യരുത്. അപ്പൊ ഈ 2026 നിങ്ങൾ തീർച്ചയായിട്ടും വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത് നല്ല രീതിയിൽ നിങ്ങളുടെ ഓൺ കണ്ടന്റ് ആയിട്ട് ഇടുക. രണ്ടാമത്തെ കാര്യം, നിങ്ങളുടെ ക്വാളിറ്റി ഇമ്പ്രൂവ്മെന്റ് ചെയ്യുക. നിങ്ങളുടെ ചാനലിന്റെ വീഡിയോസിന്റെ ക്വാളിറ്റി ഒക്കെ നല്ല ഇമ്പ്രൂവ്മെന്റ് ചെയ്യുക. ചാനലിന്റെ സെറ്റിങ്സ് A to Z കാര്യങ്ങൾ പ്രോപ്പറായിട്ട്, ചാനൽ ലോഗോ, അതുപോലെ തന്നെ നിങ്ങളുടെ ബാനർ, ചാനൽ ബാനർ എല്ലാം പ്രോപ്പറായിട്ട് സെറ്റ് ചെയ്ത് വെക്കുക, സെറ്റപ്പ് ആക്കി വെക്കുക. ചാനൽ കണ്ടാൽ തന്നെ ഒരു പ്രൊഫഷണൽ ലുക്ക് ആയിരിക്കണം. അല്ലാണ്ട് പഴയ കാലത്ത് പോലെയൊന്നും അല്ല. ഇപ്പോൾ യൂട്യൂബിൽ ഒരുപാട് പേര് അടിച്ച് കയറിക്കൊണ്ടേയിരിക്കുകയാണ്. നല്ല നല്ല പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരുപാട് സീരിയലിന്റെയും അല്ലെങ്കിൽ ഫിലിം ഇൻഡസ്ട്രിയിലൊക്കെ വർക്ക് ചെയ്തവരൊക്കെ അടിച്ച് കയറി, അവരൊക്കെ തുടക്കത്തിൽ തന്നെ സെറ്റപ്പോട് കൂടിയിട്ടാണ് കൊണ്ടുവരുന്നത്. അതിന്റെ ഇടയിൽ നമ്മളെ പോലെയുള്ള സാധാരണക്കാർ പിടിച്ചു നിൽക്കണം എന്നുണ്ടെങ്കിൽ നമ്മളും അത്രയും പോലും ഇല്ലെങ്കിലും നമ്മളെ കൊണ്ട് ആവുന്ന പോലെയുള്ള സെറ്റിങ്സ് കാര്യങ്ങളെല്ലാം അടിപൊളിയാക്കി വീഡിയോയുടെ ക്വാളിറ്റി അല്ല, നമ്മുടെ പിന്നാമ്പുറ കാഴ്ചകളൊന്നും നമ്മുടെ ഓഡിയൻസിന് അറിയേണ്ട കാര്യമില്ല. നിങ്ങൾ എന്ത് കൊടുക്കുന്നു, നിങ്ങളുടെ കയ്യിൽ എന്തുണ്ട് എന്നുള്ളതാണ് ഓഡിയൻസ് മനസ്സിലാക്കുന്നത്. അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നിങ്ങളുടെ ഓഡിയൻസ് നിങ്ങളുടെ കൂടെ നിൽക്കുന്നത്. നിങ്ങളുടെ വീഡിയോയ്ക്ക് ഓഡിയൻസ് റിട്ടൻഷൻ അധികരിച്ചാൽ മാത്രമേ നിങ്ങളുടെ ചാനൽ രക്ഷപ്പെടുകയുള്ളൂ. ഇത് പ്രത്യേകം മസ്റ്റായിട്ട് ശ്രദ്ധിച്ചു വെക്കുക. നിങ്ങൾ കൊടുക്കുന്ന വീഡിയോസിന് നല്ല രീതിയിൽ വ്യൂവേഴ്സ് വന്ന് നല്ല രീതിയിൽ ഓഡിയൻസ് റിട്ടൻഷൻ, അതായത് അതിൽ ആവറേജ് വ്യൂ ഡ്യൂറേഷൻ ഉണ്ട്, അതൊക്കെ ഹൈ ആയിട്ട് കയറിക്കൊണ്ടേയിരിക്കണം. ഗ്രീൻ സിഗ്നലിന്റെ മാർക്ക് മുകളിലോട്ട് തന്നെ കത്തിക്കൊണ്ടേയിരിക്കണം. തുടക്കത്തിൽ ഡൗൺ ആണെങ്കിലും നിങ്ങൾ കൺസിസ്റ്റൻസി ആയിട്ട് വീഡിയോസ് ഇടുമ്പോൾ നിങ്ങളുടെ ചാനൽ പതിയെ 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 മുകളിലോട്ട് വരും. നിങ്ങൾ അതിനുവേണ്ടി കൺസിസ്റ്റൻസി ആയിട്ട് വീഡിയോസ് ഇടണം. ഒരു ചൊല്ലുണ്ട്, ഒരു 100 തല്ല് തല്ലിയിട്ട് ഉടഞ്ഞില്ല, ആ 101ാമത്തെ തല്ലിലായിരിക്കും അത് ഉടയുന്നത്. പക്ഷെ ആ 101ാമത്തെ തല്ല് തല്ലാനുള്ള ക്ഷമ പോലും കാണിക്കാതെ 100 തല്ല് തല്ലിയിട്ട് അവിടെ നിർത്തി പോകുന്ന ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. മോണിറ്റൈസേഷൻ ആക്കിയിട്ട് ചാനൽ ഫുള്ള് മോണിറ്റൈസേഷൻ ആക്കി നിർത്തി പോകുന്നവരുണ്ട്. 3999 വാച്ച് അവറായി. വെറും 1% വാച്ച് അവർ അവിടെ വേണ്ടു. അവിടെ നിന്ന് അങ്ങോട്ട് പറയാണ്, ഇക്ക ഇനി എന്നെ കൊണ്ടാവില്ല, ഞാൻ ചെയ്യുന്നില്ല, ഞാൻ നിർത്തുകയാണ്. എന്താണ്? വാച്ച് അവർ ആയില്ല. അപ്പൊ ഗ്രാഫ് നോക്കട്ടെ പറഞ്ഞപ്പോ നോക്കുക 3999
ഈ ഒരെണ്ണത്തിന് ക്ഷമ കാണിക്കുന്നില്ല എന്നുള്ള ക്ഷമ അവിടെ നശിക്കുന്നു എന്നുള്ളതാണ്. ക്ഷമ നശിക്കേണ്ട കാര്യമില്ല. നമ്മൾ പ്രയത്നിച്ച് ഇതിൽ നല്ലൊരു ഏണിങ്സ് നേടിയെടുക്കുന്ന ഒരു പ്ലാറ്റ്ഫോം ആക്കാൻ നമ്മൾ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ എന്നെ കൊണ്ട് ഇതല്ലാണ്ട് വേറെ മാർഗമില്ല, അല്ലെങ്കിൽ എക്സ്ട്രാ വരുമാനമാണെങ്കിൽ ശരി, ഇതല്ലാണ്ട് എനിക്ക് ആരും 10 രൂപ എന്റെ കൈ പിടിച്ച് തരാനില്ല. അപ്പൊ എന്നെ കൊണ്ടാവുന്ന പോലെ ഒരാളുടെയും ഡിപ്പെൻഡ് ഇല്ലാണ്ട്, ഒരാളുടെയും വാക്കുകൾ കേൾക്കാണ്ട്, എന്നെ കൊണ്ടാവുന്ന എന്റെ കഴിവിൽ വിശ്വസിച്ചുകൊണ്ട് സ്വയം ആദ്യം വിശ്വസിക്കണം. എനിക്ക് കഴിവുണ്ട്, എന്നെ കൊണ്ട് സാധിക്കും, ഇങ്ങനെ വിശ്വസിക്കണം. ആരും അപരിചിത, അതായത് പല ആളുകൾക്കും പല രീതിയിലുള്ള കഴിവാണ്. നമ്മുടെ കഴിവുകൾ നമുക്ക് പ്രകടിപ്പിക്കാൻ വേണ്ടി തരുന്ന ഒരു പ്ലാറ്റ്ഫോമായിട്ട് മനസ്സിലാക്കിയിട്ട് നമ്മൾ പ്രവർത്തിക്കുക. ഒരാൾ നമ്മളെ കൊണ്ട് നിന്റെ കഴിവ് ഇതാണ്, നീ ഇതിൽ പ്രവർത്തിക്കും, നിന്നെ കൊണ്ട് സാധിക്കും, ഒരാളും പറഞ്ഞു തരില്ല. നമ്മളെ പോലെയുള്ള യൂട്യൂബ് ടിപ്സും യൂട്യൂബിന്റെ പരമായിട്ടുള്ള കാര്യങ്ങളും ഇതിൽ എന്തൊക്കെ അവസരങ്ങളുണ്ട്, ഇതിൽ എന്തൊക്കെ കാര്യങ്ങൾ സാധിച്ചെടുക്കാൻ സാധിക്കും എന്ന് മനസ്സിലാക്കി എന്നെ പോലെയുള്ള ഒരുപാട് യൂട്യൂബേഴ്സ് ഇങ്ങനെ പറഞ്ഞു തരുന്നത് എന്തുകൊണ്ടാണ്? ഇതിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള അവസരങ്ങൾ ഒരുപാടുണ്ട്. ഇതിൽ നിങ്ങൾക്ക് മോണിറ്റൈസേഷന്റെ വരുമാനം, പ്ലസ് നിങ്ങളെ കൊണ്ട് എന്തെങ്കിലും സർവീസ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റിയാൽ അത്തരത്തിലുള്ള വരുമാനം, പിന്നെന്താണ്, നിങ്ങൾക്ക് എന്തെങ്കിലും ബിസിനസ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം നിങ്ങൾക്ക് ആഡ് ചെയ്തുകൊണ്ട് നമ്മുടെ ഫാമിലിയെ ധരിപ്പിക്കാൻ പറ്റും. എത്ര വരുമാനമായി. പിന്നെ സ്പോൺസർഷിപ്പുകൾ, നിങ്ങൾക്ക് എന്തെങ്കിലും കമ്പനിയെ കുറിച്ച് പറയാൻ പറ്റും. നിങ്ങളുടെ ഫോളോവേഴ്സും, നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാമിന്റെ ഫോളോവേഴ്സും, നിങ്ങളുടെ ഫേസ്ബുക്കിൽ ഇതെല്ലാം മനസ്സിലാക്കിയിട്ടാണ് നമ്മുടെ ഫാമിലി ഇവിടെ എനിക്കൊരു കമ്പനിയൊക്കെ ഉണ്ട്, നമ്മൾ പ്രൊമോഷനൊക്കെ നമ്മുടെ ഫാമിലിയിൽ ഒരുപാട് പേരോട് ചോദിച്ചു. അവർ ന്യായമായ നല്ലൊരു ഫീസ് പറയുന്നുണ്ട്. അവർക്ക് നല്ല ഫോളോവേഴ്സ് ഉണ്ട്. 10-20,000 രൂപ 30,000 രൂപയൊക്കെ ഫീസ് പറയുന്നുണ്ട് ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്യാൻ. അത് അവർക്ക് തീർച്ചയായിട്ടും അതിനുള്ള അർഹതയുണ്ട്. അവർ അത്രയും കഷ്ടപ്പെട്ട് ഫോളോവേഴ്സ് അവർ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ, അവരുടെ അത്രയും വീഡിയോസ് കാണുന്ന ഫോളോവേഴ്സ് ഉണ്ടെങ്കിൽ ആ ഒരു പ്രൊമോഷൻ ചെയ്യാനുള്ള എമൗണ്ട് അവർക്ക് പറയാം. തീർച്ചയായിട്ടും അവർക്ക് പറയാം, ഇത്തരത്തിൽ റേറ്റ് വരും കേട്ടോ, അല്ലെങ്കിൽ ഇത്തരത്തിൽ റേറ്റ് ഉണ്ട് കേട്ടോ, പേയ്മെന്റ് ഉണ്ട്. അതെന്തുകൊണ്ടാണ്? അവരുടെ ആ ഫാമിലി അത്തരത്തിൽ അവരുടെ സപ്പോർട്ടീവ് ആയിട്ടുള്ള ഫാമിലി ഉള്ളത് കൊണ്ടാണ്. ഇങ്ങനെയാണ്. ഇതൊക്കെ വരുമാനമാണ്. വരുമാന സോഴ്സ് അനന്തരമാണ്. യൂട്യൂബിൽ നിങ്ങൾ ഒരു പ്ലാറ്റ്ഫോമിൽ തുറന്ന് നല്ല ആക്റ്റീവായി നിങ്ങളുടേതായിട്ടുള്ള കണ്ടന്റ് ജെന്യൂനാലിറ്റിയും നമ്മുടെ ഫാമിലിയോട് മുന്നോട്ട് കൊണ്ടുവന്ന് നിങ്ങൾ ഇതിൽ പ്രവർത്തിക്കുമ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഒരുപാട് അവസരമാണ്, പാഷനാണ്, വരുമാനമാണ്. നിങ്ങളെ നാലാൾ അറിയുന്ന, ഒരുപാട് കാര്യങ്ങൾ അറിയുന്ന, എന്നെ തന്നെ നമ്മുടെ ഫാമിലി ഇത്രയും പേര് അറിയുന്നു എന്ന് പറയുമ്പോൾ അതിലേറെ സന്തോഷം എനിക്ക് എന്തുണ്ട്. എന്നെ ഒരു 7 വർഷം മുമ്പ് മലയാളത്തിൽ ഒരാളും ഈ ഫാമിലി ആരും എന്നെ അറിയില്ല. ഞാൻ 7 വർഷം കൺസിസ്റ്റൻസി ആയിട്ട് വീഡിയോസ് 1,35,000 മേലെ ആളുകൾ, ചില വീഡിയോസ് ഒക്കെ 3 ലക്ഷം 4 ലക്ഷം വീഡിയോസ് എന്റെ ഓടിയിട്ടുണ്ട്. അത്രയും പേര് എന്നെ കണ്ടല്ലോ. അതൊക്കെ എന്നെ സംബന്ധിച്ചിടത്തോളം വളരെയധികം തൃപ്തിയുള്ള ഒരു കാര്യമാണ്. ഇത്രയും പേര് എന്നെ കാണുന്നുണ്ട്, ഇത്രയും പേര് എന്നെ അറിയുന്നുണ്ട്, ഇത്രയും പേര് എന്നെ കണ്ടിട്ടുണ്ട്. ഇതെല്ലാം നമുക്ക് കിട്ടുന്ന ഒരു ക്രെഡിറ്റ് ആണ്. പൈസ മാത്രം ഡിപ്പെൻഡ് ചെയ്യാണ്ട് ഇത്രയും അനുഭവം കൂടി നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ ഫാമിലിയായിട്ട് ഞാൻ ഷെയർ ചെയ്യണം. കാരണം ഇങ്ങനെയും കൂടി ഉണ്ട് എന്നുള്ളത്. അപ്പൊ പൈസ ഒരു പാഷനിലൂടെ ഒരു ക്യാഷ് വരുമാനം കിട്ടും. പൈസ വേണം, പൈസ കിട്ടും. അത് നമുക്ക് പ്രവർത്തിക്കുന്നതിലൂടെ കിട്ടും. പൈസ മാത്രം ഫോക്കസ് ചെയ്ത് പോവാതെ നമ്മൾ ഇതിൽ നല്ല രീതിയിൽ കൺസിസ്റ്റൻസി ആയിട്ട് വീഡിയോസ് ഇട്ട് നല്ല രീതിയിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ വരുന്ന ഈ ഒരു വർഷം 2026 എന്നുള്ള ഈ ഒരു വർഷം നമുക്ക് തീർച്ചയായിട്ടും സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു വർഷമാക്കി മാറ്റാൻ പറ്റും. യൂട്യൂബിലെ ഒരുപാട് പേരുടെ പ്രതീക്ഷകൾ തീർച്ചയായിട്ടും സഫലീകരിക്കാൻ സാധിക്കും എന്നുള്ള ആ ഒരു ആത്മവിശ്വാസം ഞാൻ തരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെ കൊണ്ട് സാധിക്കും എന്നുള്ള കരുതലോട് കൂടിയിട്ടാണ്. ഓക്കെ, അപ്പൊ ഈ ഒരു വാക്ക് വെറും വാക്കല്ല, നിങ്ങളെ കൊണ്ട് സാധിക്കും എന്നുള്ള ആ ഒരു മനസ്സ് വെച്ചുകൊണ്ട് തന്നെ യൂട്യൂബിൽ പ്രവർത്തിക്കുക. നല്ല നല്ല ടിപ്സും നല്ല യൂട്യൂബിന്റെ ഓരോ നിങ്ങളെ സഹായിക്കുന്ന രീതിയിലുള്ള എന്തൊരു യൂട്യൂബിന്റെ അപ്ഡേഷൻ വന്നാലും എത്രയും പെട്ടെന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലിരുത്തിക്കൊണ്ട് തന്നെ പ്രവർത്തിക്കുമെന്നുള്ള വിശ്വാസത്തോടുകൂടി വീണ്ടും നല്ലൊരു വീഡിയോയുമായി വരുന്നവരെല്ലാവർക്കും ജയ് ഹിന്ദ്.